ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വ്യാപക പരിശോധന. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ചെന്നൈയിലെ JNR ജ്വല്ലേഴ്സിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകുന്നുവെന്ന ആരോപണം കോടതിയെ അവഹേളിക്കുന്നതാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ടെത്തിയ SIT വിജിലൻസ് SP-യിൽ നിന്നും വിവരങ്ങൾ തേടുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന. 1998-ൽ ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ചെന്നൈയിലെ JNR ജ്വല്ലറിയിൽ പരിശോധന നടത്തിയ SIT സംഘം തനിക്കറിയാവുന്ന കാര്യങ്ങൾ SIT-യോട് പറഞ്ഞെന്നും അന്ന് സ്വർണം പൂശിയ തൊഴിലാളികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും ജ്വല്ലറി ഉടമയുടെ മകൻ ജഗന്നാഥൻ. And they asked me about any officers present from Devasam board or any officers from UB Group. Few names who all I know from UB Group, I told who was there with me when the entire process. I told them and they told me that they are no more. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകുന്നുവെന്ന ആരോപണത്തിൽ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ആ കാര്യത്തിൽ പ്രതിപക്ഷം ഈ രൂപത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന കോടതിയെ അപമാനിക്കില്ല. അത് ഒരിക്കലും ചെയ്തുകൂടാന്ന് എൻ്റെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല, അയാളെ അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതേസമയം ശബരിമല സന്നിധാനത്ത് നട തുറന്നതിനു ശേഷം വീണ്ടും പരിശോധന നടത്താനാണ് ജസ്റ്റിസ് KT ശങ്കരന്റെ ആലോചന. ശേഷമായിരിക്കും ആറന്മുളയിൽ പരിശോധന നടത്തുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.